ഹലോ സ്റ്റുഡൻസ്, നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഈ യൂണിറ്റിന്റെ നോട്ട്സ്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കുന്നത് പരീക്ഷയ്ക്ക് പോയിന്റ്സ് ഓർത്തെടുക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഇക്കണോമിസ്റ്റായ ജെ.ബി. സെയ്യെക്കുറിച്ചാണ്. ആഡം സ്മിത്തിന്റെയൊക്കെ ഒരു വലിയ ഫോളോവർ ആയിരുന്നു. ഫ്രീ മാർക്കറ്റ്സിന്റെ ശക്തനായ ഒരു വക്താവ്. നമുക്കിതിനെ ഒരു എക്സാം റിവിഷൻ സെഷനായിട്ട് തന്നെ കാണാം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ കടന്നുപോകാം. റെഡിയല്ലേ? ശരി, തുടങ്ങാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് സേയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ വെച്ചാണ്. എന്താണത്? സേസ് ലോ ഓഫ് മാർക്കറ്റ്സ്. അദ്ദേഹത്തെ ഇക്കണോമിക്സിൽ ഇത്രയധികം പോപ്പുലർ ആക്കിയത് സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ ഐഡിയ ആണ്. ഈ നിയമത്തിന്റെ എല്ലാം കാതൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ വാചകമാണ്. സപ്ലൈ അതിൻ്റേതായ ഡിമാൻഡ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഇത് നിങ്ങൾ നിർബന്ധമായും ഓർത്തുവെക്കണം. ഇതിൽ തന്നെയുണ്ട് നിയമത്തിന്റെ മുഴുവൻ ആശയവും. അപ്പോ എന്താണിതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? സിമ്പിളായി പറഞ്ഞാല്, നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെറുമൊരു വസ്തു ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത്. ആ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ആളുകൾക്ക് വരുമാനം കിട്ടുന്നുവല്ലേ? ആ വരുമാനം ഉപയോഗിച്ചാണ് അവർ മറ്റ് സാധനങ്ങൾ വാങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പ്രൊഡക്ഷൻ തന്നെയാണ് ഡിമാൻഡ് ഉണ്ടാക്കുന്നത്. അതാണ് പോയിന്റ്. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ചെരുപ്പ് കുത്തിയുടെ കാര്യം എടുക്കാം. അയാൾ ചെരുപ്പുകളുണ്ടാക്കി വിൽക്കുന്നു. ഇതാണ് അയാളുടെ സപ്ലൈ. ഈ ചെരുപ്പ് വിറ്റുകിട്ടുന്ന പണം കൊണ്ടാണ് അയാൾക്ക് ആവശ്യമുള്ള അരിയും മറ്റു സാധനങ്ങളുമൊക്കെ വാങ്ങുന്നത്. കണ്ടോ? അപ്പോ അയാളുടെ സപ്ലൈ ആയ ചെരുപ്പുകൾ മറ്റ് സാധനങ്ങൾക്കുള്ള അയാളുടെ ഡിമാൻഡ് ഉണ്ടാക്കി. സിമ്പിളല്ലേ? ഇത്രയുള്ളൂ സംഭവം. ഈ നിയമത്തിൽ നിന്ന് സേ എത്തുന്ന ഒരു നിഗമനമുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു സമ്പദ്വ്യവസ്ഥയിൽ സാധനങ്ങൾ വിറ്റുപോകാതെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ, നമ്മളതിനെ ജനറൽ ഗ്ലട്ട് എന്ന് പറയും. അത് ദീർഘകാലത്തേക്ക് ഉണ്ടാവില്ല. ഇനി അഥവാ കുറച്ചു കാലത്തേക്ക് അങ്ങനെ ഉണ്ടായാൽ തന്നെ അതിന്റെ കാരണം മാർക്കറ്റിന്റെ കുഴപ്പമല്ല, മറിച്ച് ഗവൺമെന്റ് വെറുതെ ഇടപെടുന്നതുകൊണ്ടാണ്. മാർക്കറ്റിനെ അതിന്റെ പാട്ടിനെ വിട്ടാൽ വിലയിൽ മാറ്റങ്ങളൊക്കെ വന്ന് അത് സ്വയം ശരിയായിക്കോളും. ഒരു സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസം അവിടെ ഉണ്ട് എന്നാണ് സേ വിശ്വസിച്ചത്. അപ്പോ ഒരു ചോദ്യം വരാം, മാർക്കറ്റെല്ലാം തനിയെ ശരിയാക്കുമെങ്കിൽ പിന്നെ ഗവൺമെന്റിന് എന്താ പണി, അല്ലേ? സേയുടെ അഭിപ്രായത്തിൽ ഗവൺമെന്റിന്റെ റോൾ വളരെ ലിമിറ്റഡ് ആണ്. വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സേ പറയുന്നത് ഇത്രയുള്ളൂ: ഗവൺമെന്റിന് ആകെ 3 പണിയേ ഉള്ളൂ. 1, ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക. 2, അവരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം, സ്വത്തവകാശം പ്രൊട്ടക്ട് ചെയ്യുക. കാരണം വളരെ വ്യക്തമാണ്, എന്റെ പ്രോപ്പർട്ടി സേഫ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുമൊക്കെ തയ്യാറാവൂ. അതാണ് പോയിന്റ്. ശരി, ഇനി നമ്മൾ നോക്കുന്നത് എക്സാമിന് സ്ഥിരമായി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. സേ അധ്വാനത്തെ, അതായത് ലേബറിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സേയുടെ അഭിപ്രായത്തിൽ ലേബർ 2 തരമുണ്ട്. ഒന്നാമത്തേത് പ്രൊഡക്റ്റീവ് ലേബർ, അതായത് ഉൽപ്പാദനക്ഷമമായ അധ്വാനം. എന്താണിത്? സമൂഹത്തിൽ ഭൗതികമായ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന എന്തും പ്രൊഡക്റ്റീവ് ലേബറാണ്. അതായത് നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്ന ജോലി. ഇനി രണ്ടാമത്തേത് അൺപ്രൊഡക്റ്റീവ് ലേബർ, അഥവാ ഉൽപ്പാദനക്ഷമമല്ലാത്ത അധ്വാനം. ഇവർ പുതിയ ഭൗതിക സമ്പത്തൊന്നും ഉണ്ടാക്കുന്നില്ല, പകരം സർവീസുകളോ അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്കുള്ള ഒരു സന്തോഷമോ ഒക്കെയാണ് നൽകുന്നത്. ഉദാഹരണങ്ങൾ നോക്കിയാൽ ഇത് ക്ലിയറാകും. കൃഷിപ്പണി, ഫാക്ടറിയിലെ പണി, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുന്നത്, ഇതെല്ലാം പ്രൊഡക്റ്റീവ് ലേബറാണ്. കാരണം അവിടെ പുതിയ വസ്തുക്കളുണ്ടാകുന്നു. ഒരു തയ്യൽക്കാരൻ ഒരു കോട്ടുണ്ടാക്കുമ്പോൾ അതൊരു പുതിയ വെൽത്താണ്. എന്നാൽ ഒരു നടന്റെ അഭിനയം, അല്ലെങ്കിൽ ഒരു പാട്ടുകാരന്റെ പാട്ട്, ഇതൊക്കെ നമുക്ക് ആസ്വാദനം തരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പുതിയൊരു ഭൗതിക വസ്തു സമൂഹത്തിലുണ്ടാകുന്നില്ല. അതുകൊണ്ട് സേയുടെ തിയറി അനുസരിച്ച് അത് അൺപ്രൊഡക്റ്റീവാണ്. ഓക്കെ, നമ്മൾ ഏകദേശം ഈ യൂണിറ്റിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി പറയാൻ പോകുന്നതും എക്സാമിന് ഓർത്തിരിക്കേണ്ട കുറച്ച് കീ പോയിന്റ്സ് ആണ്. ലേബറിനെ തരംതിരിച്ചതുപോലെ തന്നെ സേ കൺസംഷനെയും, അതായത് ഉപഭോഗത്തെയും 2ആയി തിരിക്കുന്നുണ്ട്. ഒന്ന്, പ്രൊഡക്റ്റീവ് കൺസംഷൻ. ഇത് ഫ്യൂച്ചർ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, വർക്കേഴ്സിന് നല്ല ഭക്ഷണം കൊടുത്താൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അതൊരു പ്രൊഡക്റ്റീവ് കൺസംഷനാണ്. എന്നാൽ വെറും ലക്ഷറിക്ക് വേണ്ടി അല്ലെങ്കിൽ ആസ്വാദനത്തിനു വേണ്ടി മാത്രം പണം ചെലവാക്കുന്നത് അൺപ്രൊഡക്റ്റീവ് കൺസംഷനാണ്. കാരണം അതുകൊണ്ട് പുതിയ പ്രൊഡക്ഷനൊന്നും നടക്കുന്നില്ല. അപ്പോ നമുക്കിതൊന്ന് ചുരുക്കാം. ഈ യൂണിറ്റിൽ നിന്ന് നിങ്ങൾ വേറൊന്നും പഠിച്ചില്ലെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി ഈ 2 കാര്യങ്ങൾ തലയിൽ ഉറപ്പിച്ചോണം.
ഒന്നാമത്തേത് സേസ് ലോ ഓഫ് മാർക്കറ്റ്സ്, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. രണ്ടാമത്തേത് പ്രൊഡക്റ്റീവ് ലേബറും അൺപ്രൊഡക്റ്റീവ് ലേബറും തമ്മിലുള്ള വ്യത്യാസം. ഈ രണ്ട് ഏരിയയിൽ നിന്നും ഉറപ്പായും ചോദ്യങ്ങൾ വരും, അത് മറക്കരുത്. നമ്മളിത് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം. 200 വർഷം മുൻപത്തെ ഒരു നിയമമാണിത്, അല്ലേ? ഇന്നത്തെ ഈ ഗ്ലോബലൈസ്ഡ് കോംപ്ലക്സ് ഇക്കോണമിയിൽ ഇതിനെത്രത്തോളം പ്രസക്തിയുണ്ട്? സപ്ലൈ ഇപ്പോഴും ശരിക്കും അതിൻ്റേതായ ഡിമാൻഡ് ഉണ്ടാക്കുന്നുണ്ടോ? അതോ കാര്യങ്ങൾ മാറിയോ? ഈ ഒരു ചിന്തയോടെ നമുക്കിന്നത്തെ ഈ സെഷൻ നിർത്താം. എല്ലാവരും നന്നായി പഠിക്കുക. പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.